ആത്മകഥ അഥവാ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. ഭാഗം 1. ജനനം, മാതാപിതാക്കൾ. ഗാന്ധി കുടുംബക്കാർ ബനിയ ജാതിയിൽപ്പെട്ടവരാണ്. അവർ ആദ്യം പലചരക്ക് വ്യാപാരികളായിരുന്നത്രേ. എന്നാൽ എൻ്റെ മുത്തശ്ശൻ മുതൽ 3 തലമുറയായി അവർ കത്തിയവാറിലെ വിവിധ നാട്ടുരാജ്യങ്ങളിൽ പ്രധാനമന്ത്രിമാരായിരുന്നു. അവരിൽ ഒരാളും എൻ്റെ മുത്തശ്ശനുമായ ഉത്തംചന്ദ് ഗാന്ധി അഥവാ ഒത്ത ഗാന്ധി തത്വനിഷ്ഠയുള്ള ഒരാളായിരുന്നിരിക്കണം. പോർബന്തറിലെ ദിവാനായിരുന്ന അദ്ദേഹത്തിന് അവിടുത്തെ ഉപജാപങ്ങൾ മൂലം അതുപേക്ഷിച്ച് ജുനഗാദിൽ അഭയം തേടേണ്ടി വന്നു. അവിടെ അദ്ദേഹം നവാബിനെ ഇടത്തെ കൈകൊണ്ടാണ് അഭിവാദ്യം ചെയ്തത്. ഇത് പ്രകടമായ അനാദരവ് കണ്ട് ആരോ കാരണം ചോദിച്ചപ്പോൾ ഇതായിരുന്നു മറുപടി: എൻ്റെ വലത് കൈ പോർബന്തറിന് സമർപ്പിച്ചു പോയി. ആദ്യ ഭാര്യ മരിച്ച ശേഷം ഒത്ത ഗാന്ധി രണ്ടാമതും വിവാഹം ചെയ്തു. ആദ്യ ഭാര്യയിൽ 4 രണ്ടാമത്തെ ഭാര്യയിൽ 2 പുത്രന്മാർ അദ്ദേഹത്തിനുണ്ടായി. ഇവർ ഒരേ അമ്മയുടെ മക്കളല്ലെന്ന് കുട്ടിക്കാലത്ത് അറിയുകയോ അങ്ങനെ തോന്നാൻ ഇടവരികയോ ചെയ്തതായി എനിക്ക് ഓർമ്മയില്ല. ഈ 6 സഹോദരന്മാരിൽ 5-മനാണ് കരംചന്ദ് ഗാന്ധി അഥവാ കാബ ഗാന്ധി. 6-മൻ തുളസീദാസ് ഗാന്ധിയും. ഇവർ പുറകെ പോർബന്തറിലെ പ്രധാനമന്ത്രിമാരായി. കാബ ഗാന്ധി ആയിരുന്നു എൻ്റെ അച്ഛൻ. അദ്ദേഹം രാജസ്ഥാനി കോടതിയിലെ ഒരംഗമായിരുന്നു. നാടുവാഴികളും അവരുടെ ബന്ധുക്കളും തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കുന്നതിന് അക്കാലത്ത് വളരെ ശക്തിയുള്ള ഒരു സ്ഥാപനമായിരുന്നു ആ കോടതി. ഇപ്പോൾ അത് നിലവിലില്ല. അച്ഛൻ കുറച്ചു കാലം രാജ്കോട്ടിലും പിന്നീട് വാങ്കനറിലും പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചു. മരിക്കുമ്പോൾ രാജ്കോട്ട് വക പെൻഷൻ കിട്ടിയിരുന്നു. ഓരോ ഭാര്യയുടെയും മരണത്തെ തുടർന്ന് മറ്റൊന്ന് എന്ന മട്ടിൽ അദ്ദേഹം 4 തവണ വിവാഹം കഴിച്ചു. ആദ്യത്തെ 2 ഭാര്യമാരിൽ നിന്നായി അദ്ദേഹത്തിന് 2 പുത്രിമാരും 4-മത്തെ ഭാര്യയായ പുത്ലിബായിയിൽ നിന്ന് ഒരു പുത്രിയും 3 പുത്രന്മാരും ഉണ്ടായി. അവരിൽ ഏറ്റവും ഇളയ മകൻ ഞാനാണ്. അച്ഛൻ വർഗസ്നേഹമുള്ളവനും ധീരനും സത്യസന്ധനും ഉദാരമതിയും അതോടൊപ്പം മുൻകോപിയുമായിരുന്നു. ഒരു പരിധിയോളം വിഷയാസക്തനുമായിരുന്നു അദ്ദേഹം എന്ന് വേണം വിചാരിക്കാൻ. കാരണം അദ്ദേഹം 4-ാം തവണ വിവാഹം കഴിക്കുമ്പോൾ 40 വയസ്സ് കഴിഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ദുഷിപ്പിക്കാനാകാത്ത സ്വഭാവ ഗുണമുള്ളവനും കുടുംബത്തിനും പുറത്തും തികച്ചും നിഷ്പക്ഷനെന്ന് പേര് കേട്ടവനുമായിരുന്നു. രാജാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയും പ്രസിദ്ധമായിരുന്നു. ഒരു അസിസ്റ്റന്റ് പൊളിറ്റിക്കൽ ഏജന്റ് തൻ്റെ നാഥനായ രാജ്കോട്ട് ഠാക്കൂർ സാഹിബിനെ നിന്ദിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം എതിർത്തു. ഏജന്റ് ക്ഷുഭിതനായി അദ്ദേഹത്തോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടു. അതിന് വഴങ്ങാതിരുന്ന അദ്ദേഹത്തെ ഏജന്റ് ബന്ധനത്തിലാക്കി. കുറെ കഴിഞ്ഞിട്ടും കാബ ഗാന്ധി വഴങ്ങുന്ന മട്ടിലെന്ന് കണ്ട ഏജന്റ് അദ്ദേഹത്തെ വിട്ടയച്ചു. അച്ഛന് സമ്പത്ത് കുന്നുകൂട്ടാൻ യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞങ്ങൾക്കായി കാര്യമായൊന്നും ശേഷിപ്പിക്കാതെയാണ് അദ്ദേഹം വിട്ടുപോയത്. അദ്ദേഹത്തിന് അനുഭവമല്ലാതെ വേറെ പറയത്തക്ക വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഗുജറാത്തി 5-ാം ക്ലാസ് വരെ പരമാവധി പഠിച്ചിട്ടുണ്ടാവുമെന്ന് പറയപ്പെടുന്നു. ചരിത്രവും ഭൂമിശാസ്ത്രവും അദ്ദേഹത്തിന് തീരെ അറിയില്ലായിരുന്നു. പക്ഷേ തികഞ്ഞ പ്രായോഗിക അനുഭവം അദ്ദേഹത്തെ എത്ര സങ്കീർണമായ പ്രശ്നവും പരിഹരിക്കുന്നതിനും 100 കണക്കിന് ആളുകളെ കൈകാര്യം ചെയ്യുന്നതിനും പ്രാപ്തനാക്കി. മതപരമായ പരിശീലനവും അദ്ദേഹത്തിനില്ലായിരുന്നു. എന്നാൽ ഇടയ്ക്കിടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും മതപ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്യുന്നതിലൂടെ മിക്ക ഹിന്ദുക്കൾക്കും കിട്ടിവരുന്ന മതസംസ്കാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബ്രാഹ്മണനും പണ്ഡിതനുമായ ഒരു കുടുംബ സുഹൃത്തിന്റെ ഉപദേശപ്രകാരം അന്ത്യകാലത്ത് അദ്ദേഹം ഗീതാപാരായണം ആരംഭിച്ചു. അതിനുശേഷം ദിവസവും പൂജാസമയത്ത് ഗീതയിലെ ചില ശ്ലോകങ്ങൾ അദ്ദേഹം ഉറക്കെ ചൊല്ലുമായിരുന്നു. എൻ്റെ അമ്മ ഓർമ്മയിൽ അവശേഷിപ്പിച്ചിട്ടുള്ള മുന്തിയ മുദ്ര ആത്മവിശുദ്ധിയുടേതാണ്. അമ്മ ആഴമേറിയ മതാത്മക ജീവിതം നയിച്ചു. തൻ്റെ പതിവ് പ്രാർത്ഥന നടത്താതെ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി അവർക്ക് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. ഹവേലിയിലേക്ക് പോവുക അവരുടെ ദിനകൃത്യങ്ങളിൽ ഒന്നായിരുന്നു. എൻ്റെ ഓർമ്മയിൽ പെട്ടെടുത്തോളം അവർ ചതുർമാസ വ്രതം ഒരിക്കലും തെറ്റിച്ചിട്ടില്ല. കഠിനമായ വ്രതങ്ങൾ പോലും അവർ കടുകിട പഴിക്കാതെ അനുഷ്ഠിച്ചു പോന്നു. അവയിൽ അയവ് വരുത്താൻ രോഗം അവർക്കൊരു കാരണമായിരുന്നില്ല. ഒരിക്കൽ ചന്ദ്രായണ വ്രതം അനുഷ്ഠിക്കെ അവർ രോഗബാധിതയായതും വ്രതം മുടക്കാതെ മുഴമിച്ചതും ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. 2-3 ദിവസം തുടർച്ചയായി ഉപവസിക്കാനും അവർക്ക് യാതൊരു പ്രയാസവുമില്ലായിരുന്നു. ചതുർമാസ വ്രതകാലത്ത് ദിവസം 1 നേരം മാത്രമേ അവർ ഭക്ഷിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടും തൃപ്തയാകാതെ ഒരു ചതുർമാസ കാലത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അവർ പട്ടിണി കിടന്നു. മറ്റൊരു ചതുർമാസ കാലത്ത് സൂര്യനെ കാണാതെ ഭക്ഷണം കഴിക്കില്ലെന്ന് അവർ ശപഥം ചെയ്തു. ആ ദിവസങ്ങളിൽ സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നത് അമ്മയെ വിളിച്ചറിയിക്കാൻ വേണ്ടി ഞങ്ങൾ കുട്ടികൾ ആകാശത്ത് കണ്ണും നട്ട് നിൽക്കുക പതിവായിരുന്നു. മഴക്കാലത്തിന്റെ മൂർധന്യത്തിൽ സൂര്യൻ മുഖം കാണിക്കാൻ മിക്കപ്പോഴും കനിവ് കാട്ടാറില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ.
സൂര്യൻ പെട്ടെന്ന് പ്രത്യക്ഷമായത് ഓടിച്ചെന്ന് ഞങ്ങൾ അമ്മയെ അറിയിച്ച ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നു. സ്വന്തം കണ്ണുകൊണ്ട് സൂര്യനെ കാണാൻ അവർ ഓടിവരും. അപ്പോഴേക്കും ഒളിച്ചോട്ടക്കാരനായ സൂര്യൻ അമ്മയുടെ ഭക്ഷണം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞിരിക്കും. അത് സാരമില്ല, അവർ ആഹ്ലാദത്തോടെ പറയും. ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കരുതെന്നാണ് ഈശ്വര നിശ്ചയം. അനന്തരം അവർ തൻ്റെ ജോലികളിൽ മുഴുകും. സാമാന്യ ബുദ്ധിയുള്ള സ്ത്രീയായിരുന്നു എൻ്റെ അമ്മ. രാജ്യകാര്യങ്ങളെപ്പറ്റി അവർക്ക് തികഞ്ഞ അറിവുണ്ടായിരുന്നു. രാജഗൃഹത്തിലെ സ്ത്രീകൾ അവരുടെ ബുദ്ധിവൈഭവത്തെ മാനിച്ചിരുന്നു. കുട്ടി എന്ന നിലയ്ക്കുള്ള ആനുകൂല്യം ഉപയോഗിച്ച് അമ്മയോടൊപ്പം ഞാൻ പലപ്പോഴും അന്തഃപുരത്തിൽ ചെല്ലും. അത്തരം സന്ദർഭങ്ങളിൽ എൻ്റെ അമ്മ ഠാക്കൂർ സാഹിബിൻ്റെ വിധവയായ അമ്മയുമായി നടത്തിയ സജീവ ചർച്ചകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ മാതാപിതാക്കളുടെ സന്താനമായി 1869 ഒക്ടോബർ 2-ാം തീയതി പോർബന്തറിൽ ഞാൻ പിറന്നു. അവിടെ തന്നെ ശൈശവം കഴിച്ചു. എന്നെ സ്കൂളിൽ ചേർത്തതായി ഓർമ്മയുണ്ട്. ഗുണനപ്പട്ടിക പഠിച്ചത് നന്നേ ക്ലേശിച്ചാണ്. മറ്റു കുട്ടികളോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ അധ്യാപകനെ ചീത്ത പറയാൻ പഠിച്ചതല്ലാതെ അക്കാലത്തെ മറ്റൊന്നും എനിക്ക് ഓർമ്മിക്കാൻ കഴിയാത്തതിൽ നിന്നും എൻ്റെ ബുദ്ധി മന്ദിച്ചതും ഓർമ്മശക്തി അപക്വവുമായിരുന്നെന്ന് ഉറപ്പിക്കാം. ഒരു സൈഡിൽ LED ബൾബ് ഇട്ടാലേ കണ്ടു നോക്കി.